യാതനകളെ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. കേസായിട്ടും കോടതിയായിട്ടും ചെറിയ കുഞ്ഞു മക്കളെ പേരിൽ വരെ അവർ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണെങ്കിൽ ഓഗസ്റ്റ് 5 ഞങ്ങളുടെ പ്രദേശത്ത് കൂടി 2ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുകയാണ്. നമ്മുടെ പെരുന്നാൾ എന്നാണ് എന്നത് ഈ ഫ്രഷ് കട്ട് അടച്ചു പൂട്ടുന്ന ദിവസം എന്നാണോ അന്നാണ്. ഞങ്ങൾ ഈ ആഹ്ലാദ പ്രകടനത്തിന് എത്തിയതാണ് ഞങ്ങൾ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ. അപ്പോൾ 6 വർഷത്തിലധികമായി ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരുപാട് യാതനകളെ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. കേസായിട്ടും കോടതിയായിട്ടും ചെറിയ കുഞ്ഞു മക്കളെ പേരിൽ വരെ അവർ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ നാട്ടുകാർ മൊത്തം ഈ സ്മെല്ലടിച്ചിട്ട് ഞങ്ങൾക്ക് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തയും വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇത് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഓടണം. പിന്നെ രോഗികളായി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ യാതന അനുഭവിച്ചതിനൊരു കണക്കുമില്ല. കാരണം അവർക്കൊന്നും ഓടാൻ പറ്റാത്ത കുട്ടികളുണ്ട്, ബെഡ് റെസ്റ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ ജനലും ഇതും തുറന്നിട്ട് കഴിഞ്ഞാൽ സ്മെല്ല് അധികമാവുകയ്യ, അതിൻ്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള രോഗികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ക്യാൻസർ രോഗികളുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളൊക്കെ ആ പുഴേൻ്റെ തൊട്ട് അടുത്ത ഭാഗത്തുള്ളവരാണ്. അപ്പം ആ യാതനകൾക്കൊക്കെ ഒരു അറുതി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിന് ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫ്രഷ് കട്ട് കമ്പനി മുന്നോട്ട് പോകാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. പെരുന്നാളും ഓണവും അതുപോലെ തന്നെ ക്രിസ്മസും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വർഷങ്ങളോളമായി ഞങ്ങൾ സമരപന്തലിലായിരുന്നു. അന്ന് വേണ്ട വിധം ആഘോഷിക്കാൻ സാധിക്കാത്തൊരു ദുഃഖം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് സമരത്തിൽ വെച്ച് നമ്മുടെ പെരുന്നാൾ എന്നാണ് എന്നത് ഈ ഫ്രഷ് കട്ട് അടച്ചു പൂട്ടുന്ന ദിവസം എന്നാണോ അന്നാണ്, അത് ഇന്നാണ്. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ നിമിഷത്തിൽ ജനങ്ങൾ മുഴുവനും ഈ ആഹ്ലാദത്തിലാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് ഇന്ന്. ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണെങ്കിൽ ഓഗസ്റ്റ് 5 ഞങ്ങളുടെ പ്രദേശത്ത് കൂടി 2ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുകയാണ്. സായിപ്പിനെ നാട് കടത്തിയ ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് ഒറ്റക്കെട്ടായി നിന്ന ഒരു ജനകീയ സമരത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വലിയ കലവറയില്ലാത്ത പിന്തുണ തന്നു. മീഡിയ വൺ ഇതിൻ്റെ പിന്നാലെ നിന്നുകൊണ്ട് ഓരോ വിഷയങ്ങൾ ലൈവായി തന്നെ സമൂഹത്തിന് മുമ്പിൽ എത്തിച്ചതിൽ, സമരത്തിന് കൂടെ നിന്നതിൽ ഞങ്ങൾ എല്ലാവിധ അഭിവാദ്യങ്ങളും മീഡിയ വണ്ണിന് കൂടി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് നട്ടലുള്ളൊരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഞങ്ങളുടെ MLA PK ഫിറോസും അതുപോലെ തന്നെ കാസിം സാഹിബും MA റസാഖ് മാഷ് ഉൾപ്പെടെയുള്ള MLA-മാരും വലിയ സമരത്തിന്, ഈ സമരത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു. എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കള്ളക്കേസിൽപ്പെടുത്തിക്കൊണ്ട് പല ആളുകളെയും നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ഗവൺമെൻറ് അവസാനിപ്പിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജയിലറകളിൽ കഴിഞ്ഞ, നാട് വിട്ടുപോയ, ഒളിവിൽ താമസിക്കേണ്ടി വന്ന, കഷ്ടപ്പെട്ട, കുടുംബം പുലർത്താൻ സാധിക്കാത്ത, ജോലിക്ക് പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ പല ആളുകളും വിഷമം അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ പല കുട്ടികളും സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല കുഞ്ഞുങ്ങളെയും ജയിലിലടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുള്ള ഈ മനുഷ്യത്വരഹിതമായിരിക്കുന്ന സമീപനത്തിനുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ വിജയം എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ രംഗത്ത് ഞങ്ങൾക്കൊക്കെ പിന്തുണ തന്നിട്ടുള്ള എല്ലാ ജനങ്ങളെയും, ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരിൽ ഞങ്ങളെ പിന്തുണച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും, ജനപ്രതിനിധികളെയും മൊത്തം കേരള ഗവൺമെൻറ്റിനെ മൊത്തം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.